രാഹുൽ ഈശ്വർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് സെർച്ച് എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടുനോക്കാം. ചാറ്റ് GPT O3 റിസർച്ച് സെർച്ച് അല്ല, ഡീപ്പ് റിസർച്ച് ആണ്. അങ്ങനെ തന്നെയല്ലേ ആ വാക്ക് ഞാൻ പറഞ്ഞതല്ലേ? ഇത് കറക്റ്റ് അല്ല അല്ല കോൺഫിഡൻസ് നോക്കണേ, അതല്ല അങ്ങനെയൊന്നല്ല. ആക്സസ് ടു ഡീപ്പ് അത് അതിലെ ടൂളാണ്, അത് അതിലെ ടൂളിന്റെ പേരാണ്. O3 ഒന്ന് എടുത്ത് കാണിക്കാമോ? ആ ഡീപ്പ് വരും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ O3 ഒരു ടൂളിന്റെ പേരാണ് ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഒരു ഡീപ്പ് സെർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീപ്പ് സെർച്ച് എന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ നമ്മളൊരു സാധനം എടുത്ത് നമ്മൾ സ്വയം ചെയ്യുന്ന പ്രവൃത്തി, അതിന് നിങ്ങൾക്ക് ഡീപ്പ് റിസർച്ച് ഒന്നും അവിടെയാണ് വിഷയം. ഇതിലുള്ള ഓപ്ഷൻ അല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു എന്റേതായ ഒരു റിസർച്ച് രീതിയാണ്. അതിന് ഉത്തരം കിട്ടുന്ന ഉത്തരങ്ങളൊന്നും എനിക്ക് പറ്റൂല. അതെ, മുങ്ങിച്ചാകണ ആളെ അവസാനത്തെ ആ പുൽക്കൊടി അല്ലേ, അതും കൂടി അതായത് ഡീപ്പ് റിസർച്ച് രാഹുൽ ഈശ്വർ ചോദിച്ചതാണ്. ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നമ്മൾ ChatGPT കാണാറുണ്ട്. പക്ഷേ ഈ ഡീപ്പ് സെർച്ച് എന്ന് പറഞ്ഞൊരു സാധനം, അപ്പം മൂപ്പര് പറയാണ് അത് നമ്മളുടേതായിട്ടുള്ള ഒരു എന്ത് ചെയ്തു, നമ്മളായിട്ട് സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ചാർട്ടാണ് ഡീപ്പ് സെർച്ച് എന്ന് പറയുന്നത്. ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെർച്ചാണ് എന്ന് പറയുന്നത്. അതായത് ChatGPT തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ചാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് മൂപ്പർക്ക് പറയേണ്ടി വരിക. ബാക്കി നമുക്ക് കേട്ടോക്കാം. പറയാം. ഡീപ്പ് സെർച്ച് എന്ന് പറയും, എന്ത് തന്നെയായാലും ചെയ്യുന്നത് റിസർച്ച് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, അവരുടെ പേരല്ല. അവരുടെ പേര് റിസർച്ച് ആണ്, അത് അതിനകത്തുള്ള ഒരു ടൂളാണ്. നമ്മൾ അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീപ്പ് റിസർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ ഇടപെടാൻ കഴിയില്ല. ഡീപ്പ് റിസർച്ച് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് അവിടെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമുക്ക് ഒരു അന്വേഷണം അല്ല നടത്തേണ്ടത്, മറിച്ച് നമുക്കൊരു ഉത്തരം വേണം. അപ്പൊ നമുക്ക് ഉത്തരം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിൽ ഇടപെട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇതല്ല, വേറെ രൂപത്തിൽ ഉത്തരം വേണം. അപ്പം വേറെ അതെ, വേറെ ഏതെങ്കിലും രൂപത്തിൽ ഫാക്ച്വൽ ആയിട്ട് പോകണമെങ്കിൽ അവിടെ നിർത്ത്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല, വേറെ രൂപത്തിൽ. അങ്ങനെ എന്ത് ചെയ്യണം? നമുക്ക് ഇടപെട്ട് ഞാൻ ഉദ്ദേശിച്ച ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോ ഇതാണ് മൂപ്പര് അതിനെ പേരിട്ട ഒരു പേരാണ് ഡീപ്പ് സെർച്ച്. മറ്റേതെന്താണ്? ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്നത് ChatGPT-ലുള്ള ഒരു ടൂളാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി അനലൈസ് ചെയ്ത് പലതരം തെളിവുകളൊക്കെ പരിശോധിച്ച് നോക്കി അതിന്റെ ഒരു ഉത്തരം തരുന്നതാണ് ഡീപ്പ് റിസർച്ച്. അതല്ല, ഞാൻ ഉദ്ദേശിച്ച ഉത്തരത്തിലേക്ക് ഞാൻ തന്നെ ചോദ്യങ്ങളിലൂടെ എത്തിപ്പെടുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് ഇത് ഡീപ്പ് സെർച്ച്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്തു? അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇത്. അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ബേസ്ഡ് ഓൺ ChatGPT ഡീപ്പ് സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ ഇത് ChatGPT കൊടുത്തതാണെന്നാണ് സാധാരണ ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ അത് പക്കാ തെറ്റിദ്ധരിപ്പിക്കും. മൂപ്പരായിട്ടുള്ള രീതിയിൽ ഒരു ഉത്തരം ഉരുട്ടിയെടുക്കുകയാണ്. ആ ഉരുട്ടിയെടുത്ത ഉത്തരത്തിന്റെ അടിയിൽ ChatGPT-യിലൂടെ, കാരണം മൂപ്പര് അതിന് വേണ്ടി ChatGPT യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അത് ChatGPT തന്നൊരു ചാർട്ടല്ല, മൂപ്പര് ഉണ്ടാക്കി ഉരുട്ടിയെടുത്തൊരു സാധനം മൂപ്പര് ചാർട്ടാക്കിയിട്ട് വെച്ചാണെന്നുള്ളതാണ് സംഭവം.